പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ നൽകിയ പ്രേരണയനുസരിച്ച് ഒരു തിരുവചനം വായിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം മൈക്കിലൂടെ കർത്താവിൻ്റെ ദാസി ഇപ്പോൾ വായിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് അത് ശ്രദ്ധിക്കാമല്ലോ. വായിച്ചാട്ടെ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. സാധാരണതയിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ആത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് ഞങ്ങൾ തിരുവചനങ്ങൾ എടുക്കാറുണ്ട്. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഈ തിരുവചനമാണ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അതിൻ്റെ 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് ഞാൻ തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് എല്ലായിടത്തും പറയുന്നത് ഇവിടെയും പറയുന്നു. ഇത് ഒരു പെന്തക്കോസ് കൂട്ടായ്മയാണ്. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് എല്ലാം പെന്തക്കോസ് പാസ്റ്റേഴ്സാണ്. ഇവിടെ പാടിയ കുഞ്ഞുങ്ങൾ അവർ പെന്തക്കോസുകാരാണ്. ഇവിടെ പന്തലകത്ത് വന്നിരിക്കുന്നതും പെന്തക്കോസ് അനുഭവമുള്ള ദൈവമക്കളാണ്. അതുകൊണ്ട് ഇവിടെ കൈയടിക്കുന്നതിന് വിരോധമൊന്നുമില്ല, 2 അന്യഭാഷ പറയുന്നതിന് വിരോധമൊന്നുമില്ല. ആത്മാവിൻ നൃത്തം ചെയ്യുന്നെങ്കിൽ അതിനും നിങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആരെയും മുടക്കത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ട പരിചയം വെച്ച് അന്യഭാഷ നിന്ന് പോയെന്നോ കൈയടിക്കുന്നത് ദുരാത്മാവാണെന്നോ ഉറക്കി ഹല്ലേലൂയ പറയുന്നത് തെറ്റാണെന്നോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം തിരുത്തിക്കൊണ്ട് ഞങ്ങൾ ആത്മാവിൽ പറയാണ്. പെന്തക്കോസിന്റെ കൂട്ടായ്മക്കകത്ത് കരമടിക്കാറുണ്ട്, അന്യഭാഷ പറയാറുണ്ട്, ഹല്ലേലൂയ പറയാറുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതിനകത്താരും കൈയും കെട്ടി ചുമ്മാ ഇരിക്കരുത്. കരമടിക്കേണ്ടവർ കരമടിക്കണം. ആത്മാവിൽ നൃത്തം ചെയ്യേണ്ടവർ ഇന്ന് പകൽ ആത്മാവിൽ നൃത്തം ചെയ്യണം. ഇന്ന് പകൽ ദൈവജനം ആരാധിക്കുമ്പോൾ ഇതിന് നടുവിൽ ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. അന്ധകാര വ്യാപാരങ്ങൾ ഇന്ന് രാത്രി പന്തലകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വ്യാപരിക്കട്ടെ. ഭവനങ്ങളിൽ ഇരുന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ എന്റെ വചനം അഴച്ച് ഞാൻ അവരെ സൗഖ്യമാക്കും, അവരുടെ കുഴികളിൽ നിന്ന് ഞാൻ അവരെ കയറ്റും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇവിടെ നിന്ന് പുറപ്പെടുന്നു. വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ച ദൈവത്തിന് നന്ദി പറ. അവൻ ഇന്ന് രാത്രി ഈ പന്തലകത്ത് ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ്. ഞാൻ ഇന്ന് രാത്രി പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ഇതിനകത്തിരിക്കുന്നവിടമേ അസാധാരണ ദൈവ സൗഖ്യം ഇന്ന് നടക്കാൻ പോകുകയാണ്. ഒരു ഡിവൈൻ ഹീലിംഗ് ഇതിനകത്ത് ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുക. നീ വന്നത് രോഗിയായിട്ടാണെങ്കിൽ നീ തിരിച്ചു പോകുന്നത് രോഗസൗഖ്യത്തോടു കൂടിയാണ്. മാത്രമല്ല ഈ 2026 ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ നിറവ് ഈ ജനത്തിന് മേൽ ഇന്ന് രാത്രി പകരുകയോ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് തീ പോലെ കത്തട്ടെ. കാട്ട് തീ കത്തുന്നത് പോലെ, തീ കത്തുമ്പോൾ ചുള്ളി കത്തുന്നത് പോലെ, തീ കത്തുമ്പോൾ വെള്ളം തിളക്കുന്ന പോലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ പന്തലകത്ത് മാത്രമല്ല, ഈ സ്റ്റേജിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി മുട്ടുമടക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി മുട്ടുമടക്കട്ടെ. ഞാനൊരു ദർശനം കാണുന്നു, ഞാനൊരു വെളിപ്പാട് കാണുന്നു. വെള്ളത്തിന്റെ മീതെ അധിവസിക്കുന്ന ഒരു ദുർദേവത ശക്തി ഇന്ന് രാത്രി ബന്ധിക്കപ്പെടാൻ പോകുക. ആത്മാക്കളെ തടുക്കുന്ന, ആത്മാക്കളെ ബന്ധിച്ച ചില ദുര്യാത്മ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊട്ടുകയാ.
Sanda tele tele tele. Rasa tele. എല്ലാവരും അന്യഭാഷ പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിയോഗം ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുകയാണ്. 70 പേര് മടങ്ങി വന്നിട്ട് പറഞ്ഞൊരു ദൂതുണ്ട്. ആ ദൂത് ഇങ്ങനെയാണ്: ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. യേശു ആത്മാവിൽ ഇങ്ങനെ സന്തോഷിച്ചിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. റഖമന ഹതുരിബിനി അന്തരജനാഥന. യേശു ആത്മാവിൽ സന്തോഷിക്കാനുള്ള കാരണം സാത്താൻ മിന്നൽ പോലെ വെട്ടേറ്റ് താഴെ വീഴുന്നത് യേശു ആത്മാവിൽ കണ്ടു. ഇന്ന് രാത്രി ആത്മാവ് നിറവുള്ള അന്യഭാഷ പറയുന്ന ദൈവകൃപ ഏറ്റെടുത്ത് എത്ര പേരിന്ന് രാത്രി ആത്മനിറവിൽ ഈ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തിയെ ദൂതന്മാർ വെട്ടിയിടുന്നത് നിയോഗത്തോടെ കാണുന്ന ആത്മാവിന്റെ ജ്വലനമുള്ള അന്യഭാഷ പ്രാപിച്ച അഭിഷേകമുള്ള എത്ര പേരുണ്ട്? എല്ലാ കാര്യങ്ങളും പഠിച്ച് നിയോഗത്തിന്റെ കൈമാറ്റം നടക്കുകയാണ്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്. ദൈവം നിറക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആത്മാവെന്നോട് പറയുന്നു, യെശയ്യാവിന് ഒരു എൻകൗണ്ടർ ഉണ്ടായ പോലെ ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ യാത്രത്തെ തൊടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവദൂതന്മാർ ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ 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 ആമേൻ. പഴയ നിയമത്തിൽ ഒരുത്ത് 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മുറച്ച്, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്ത് സൈന്യങ്ങളുടെ ദൈവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്തു പറഞ്ഞപ്പോൾ യാഗപീഠത്തിൽ തീ കത്തിയപ്പോൾ ആ കത്തുന്ന യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിലെടുത്ത് അവ യെശയ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ ചിലതിന്റെ നാവിനെ ഇന്ന് രാത്രി തൊടാൻ പോകുകയാണ്. ആത്മാവിൽ ഞാൻ പറയുന്നു, ചില പ്രവചിക്കുന്ന രാത്രിയാ, ചില പ്രവചന ശബ്ദങ്ങൾ ഇന്ന് രാത്രി ഉയരാൻ പോകുക. ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇന്ന് രാത്രി ചില കൊല്ലന്മാരെ എഴുന്നേൽക്കട്ടെ. അഭിഷേകമുള്ള ചിലത്, നിറവുള്ള ചിലത്. ആമേൻ ആമേൻ ആമേൻ. അഭിഷിക്തന്മാരെ, ഇന്ന് രാത്രി നിങ്ങളുടെ ശുശ്രൂഷ ചേഞ്ച് ആകാൻ പോകുക. നിങ്ങളുടെ ശുശ്രൂഷ ചേഞ്ച് ആകാൻ പോകുക. നിങ്ങളുടെ ശബ്ദം അവ മുഴങ്ങാൻ പോകുക. നിങ്ങളുടെ വാക്കിനകത്ത് ഒരധികാരം ദൈവം പകരാൻ പോകുക. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. നിങ്ങളുടെ അടുത്തിരിക്കുന്നത് എത്ര ഉന്നതനാകട്ടെ, അവനെ മൈൻഡ് അരുത്. പക്ഷെ ഇന്ന് രാത്രി ധന്യനായ ഏകാധിപതി, ധന്യനായ ഏകാധിപതി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, താന്മാർക്കും അമർത്യതയുള്ള, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഉന്നതനായ ദൈവം ഇന്ന് രാത്രി ഈ പന്തലകത്ത് ഉലാത്തുന്നുണ്ട്. അവൻ ചിലരെ തൊടുന്നു. എനിക്കറിയില്ല, കസേരിക്കുന്ന ചിലർ എടുത്തെറിയുന്നത് പോലെ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. ചേർന്നിരിക്കുന്ന ചിലരെ തൂക്കിയെടുത്തെറിയുന്ന പോലെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുക. അഭിഷിക്തന്മാരെ, നിങ്ങൾ ഇതിന്റെ ഈ നടുവിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒന്നിറങ്ങി കൈവച്ച് ഒരു അഭിഷേകം ചലിക്കാൻ പോകുക. പ്ലീസ് അഭിഷേകത്തിന് ഒന്നിറങ്ങി കൈവച്ച് ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയാൻ പോകുക, ചില ബന്ധനങ്ങൾ അഴിയാൻ പോകുക. ഒരു മെസ്സേജ് കേൾക്കാനല്ല ഇന്ന് രാത്രി ഇരിക്കേണ്ടത്. പ്ലീസ് അഭിഷിക്തന്മാരെ, ഒന്നെഴുന്നേറ്റ് കൈവെക്ക്. ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ഈ പട്ടണത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോകുക. ശീമോൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി ദേശത്തെ ഭ്രമിപ്പിച്ച് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദേശത്തെ ആഭിചാരം കൊണ്ട് ഭ്രമിപ്പിച്ചു. ആഭിചാരം കൊണ്ട് ഒരു ശീമോൻ ദേശത്തെ ഭ്രമിപ്പിച്ചു. എന്നാൽ പൗലോസിന്റെ മേൽ വ്യാപരിച്ച, പത്രോസിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാൽ ആഭിചാരങ്ങൾ പൊട്ടിയതുപോലെ ഈ പട്ടണത്തിൽ ചില ആഭിചാരങ്ങൾ ദൈവം പൊട്ടിക്കാൻ പോകുക. ചില ആഭിചാരങ്ങൾ പൊട്ടാൻ പോകുക. ചില മന്ത്രവാദ ശക്തികൾ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ ഇത്രത്തോളം വന്നാൽ മതി, ഇവിടം വരെ വന്നാൽ മതി, ഇതിനപ്പുറത്തോട്ട് പോകരുത് എന്ന് പറഞ്ഞ ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ.
ആത്മാവിന്റെ തീകത്തട്ടെ. ഒരഭിഷേകമേറ്റോട്, ഒരധികാരമേറ്റോട്, ദൈവശക്തിയുടെ, ദൈവകൃപയുടെ ഒരധികാരം. സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, സകല കാർമേഘങ്ങൾ ഇന്ന് രാത്രി ഉടയട്ടെ. Oh, in the name of Jesus. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ആമേൻ. പക്ഷേ ഇടയ്ക്ക് ഇതിന്റെ ഈ മോണിറ്ററിന്റെ സൗണ്ട് ഇടയ്ക്ക് കട്ടാകുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, ഇടയ്ക്ക് ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇന്ന് കർത്താവിനോട് സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനകത്ത് നിങ്ങൾ ആരും അടങ്ങിയിരിക്കരുത് കേട്ടോ. അസാധാരണ ദൈവ സാന്നിധ്യം ചലിക്കുക. ഞാനൊരു ദൈവദാസന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞ് 2 സഭായോഗം കഴിഞ്ഞ് വൈകിട്ട് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് രാത്രി 7 മണിക്ക് തുടങ്ങുന്ന മീറ്റിംഗ്, ഒരുപാട് രാത്രി താമസിച്ചാ കിടന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ആരും എന്നോട് പറയുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് വെളിയിൽ വന്നിട്ട് വൈഫ് ചായ ഇടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ചായ ഇടാൻ പറട്ടെ. പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ചായ ഇടുന്നില്ല. ചെയ്യാൻ പറ്റി പരിശുദ്ധാത്മ പറയുന്നു അന്യഭാഷ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കെന്തോ ഒരു സൈൻ തോന്നി. അങ്ങനെ രാവിലെ ഞങ്ങളിതെല്ലാം മാറ്റിവെച്ച് 2 പേരും കൂടി അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് രാവിലെ 10 മണി വരെ മൊബൈൽ ഫോൺ സൈലന്റിലാക്കി വെച്ച് 10 മണി വരെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയില്ല. പക്ഷേ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. ഈ വെള്ളത്തിനകത്തുനിന്ന് ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരുന്നു. ഒരു സാധനം പൊങ്ങി വരുന്നു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു ഇന്ന് രാത്രി ഇതിനെ വെട്ടണം. ഇതിനെ എന്ത് ചെയ്യണം? വെട്ടണം. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് വൈകിട്ട് വണ്ടിയെടുത്ത് ഞാൻ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ 2 പേരും അന്യഭാഷ പറഞ്ഞ് ഇവിടം വരെ വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ആമേൻ, ഈ ദേശത്ത് ഒരു പരിധിക്കപ്പുറത്തോട്ട് വിടാതെ ഒരു എണ്ണത്തിനകത്ത് നിർത്തുന്ന സഭയെ ലഘൂകീകരിക്കുന്ന ഒരു ദുര്യാത്മമണ്ഡലം ഇന്ന് രാത്രി അടിയാൻ പോകുകയാണ്. ഇന്ന് രാത്രി പോറ്റാൻ പോകുക. കരമടിച്ച ദൈവത്തെ സ്തുതിച്ച് എത്ര വേല ചെയ്താലും എത്ര ശുശ്രൂഷിച്ചാലും അതിനപ്പുറത്തോട്ട് ഒരു പരിധി വെച്ച് ഒരു പരിമിതിയിട്ട് വ്യാപരിച്ച അന്ധകാര ശക്തികൾ, അന്ധകാര വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ നടുവില് ഇന്ന് രാത്രി മുട്ടുമടക്കുന്ന രാത്രിയ സകല നാമത്തേക്കാൾ മേലായ നാമമായ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമം ഇന്ന് രാത്രി ഉയരട്ടെ. ഞാൻ ഈ മെസ്സേജിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു ശബ്ദം എന്റെ ചെവിയിൽ കേട്ടത് ഞാനങ്ങ് പറയാം. ഒരിക്കല് അവൻ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, പടകിൽ കയറുക. പടകിൽ കയറി അക്കരയ്ക്ക് പോകുക. അക്കരയ്ക്ക് പോയി. മർക്കോസ് 4:35 വായിക്കണ്ട. അക്കരയ്ക്ക് പോകുകയാണ്. അമരത്ത് തലയണ വെച്ച് യേശു ഉറങ്ങിയാകട്ടോ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുമ്പോ അല്പദൂരം മുന്നോട്ട് ചെന്നപ്പോൾ കാറ്റ് പ്രതികൂലമായി. അന്തരീക്ഷം മാറി മറിഞ്ഞു. കടൽ പരിചയമെങ്കിലും പരിചയമില്ലാത്ത നിലയിൽ കടൽ അലയടിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ അലറി വിളിക്കാൻ തുടങ്ങി. ആ നിലവിളിയുടെ നടുവിൽ ആരൊരുത്തൻ ചോദിക്കുന്നു, നാഥ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അരിമനാഥൻ ഈ എഴുന്നേറ്റു. ഒരു സ്വതന്ത്രം അറിയാമോ? ഇന്ന് രാത്രി നിലവിളിയുടെ നടുവിൽ എന്റെ അപ്പൻ ഈ എഴുന്നേക്കും. പോരാ, അതിന് ഈ ഹല്ലേലൂയ പോരാ. അവൻ ഏത് ഭക്തൻ നിലവിളിച്ചാലും ഇന്ന് രാത്രി നിലവിളിയുടെ നടുവില് എന്റെ ദൈവം എഴുന്നേക്കും. എഴുന്നേക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. എഴുന്നേൽക്കുന്നത് ഇവിടത്തെ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ അല്ല. ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ സകലത്തെയും ശക്തിയുള്ള വചനത്താൽ നിലനിർത്തുന്നവനായ അവൻ ഉളവായതൊന്നു അവനെ കൂടാതെ ഉളവായിട്ടില്ല എന്ന് പറഞ്ഞ ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായ എന്റെ ദൈവം എഴുന്നേൽക്കുന്നു.
ഇന്ന് രാത്രി കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന രാത്രിയാ. വിശ്വാസമുള്ളവർ ആമേൻ പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് അത് ഇന്ന് രാത്രി നീ കാണാൻ പോകുക. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്ക്, നിന്റെ കുടുംബത്തിന് വേണ്ടി എഴുന്നേക്ക്, നിന്റെ തലമുറക്ക് വേണ്ടി എഴുന്നേക്ക്. എവിടെയല്ല എന്റെ ദൈവം എഴുന്നേറ്റിട്ടുണ്ടോ അവിടെയൊക്കെ മിറക്കൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ കിടങ്ങറ ദേശത്ത് വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാൻ ഇന്ന് രാത്രി എഴുന്നേറ്റിട്ടുണ്ട്. സ്തുതിക്കേണ്ടവർ സ്തുതിച്ച് യേശു തമ്പുരാൻ എഴുന്നേറ്റിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, കടലേ ആമേൻ, നീ അടങ്ങ്, കാറ്റിനോട് ശാന്തമാക് അല്ലേ. കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. അത് ഉടനെ അടങ്ങി. എല്ലാവരുടെ വാക്ക് പോലെയല്ല എന്റെ യേശുപ്പന്റെ വാക്ക്. യേശുപ്പന്റെ വാക്കിന് ഭയങ്കര പവറാ. അതിന് ഇത്ര ഹല്ലേലൂയ പോരല്ലോ. ഹല്ലേലൂയ. ഞാനങ്ങ് വരികയാ. ഇന്ന് രാത്രി അവൻ ചിലത് ചെയ്തിട്ട് ഇന്ന് രാത്രി പോകും. അതിന്റെ ധൈര്യം തമ്പുരാൻ പറഞ്ഞതുകൊണ്ടാ. മനസ്സിലായില്ലല്ലേ? കർത്താവ് ഒരിക്കൽ പറഞ്ഞ്, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുക. അവൻ വിട്ടതപ്പന. ഒരു സ്വതന്ത്രം പറഞ്ഞേ, എതിരെ ഗ്രാമത്തിലേക്ക് ചെല്ലുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വിഹരിക്കുന്ന കഴുതയല്ല, കെട്ടപ്പെട്ട കഴുതയെ അത് കണ്ടാൽ ഉടനെ പറഞ്ഞേക്കണം, ഞങ്ങളങ്ങ് അഴിക്കുക. ഞങ്ങളങ്ങ് എന്ത് ചെയ്യുക? ഞങ്ങളങ്ങ് അഴിക്കുക. നമ്മുടെ കേന്ദ്രമന്ത്രി ഒരിക്കൽ തൃശ്ശൂരി എന്ന് പറഞ്ഞു, ഞാനങ്ങ് എടുക്കുക അല്ലേ. തൃശ്ശൂരി ഞാനങ്ങ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാനങ്ങ് പറയുക, കിടങ്ങൂരത്തെ പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രി നമ്മൾ അങ്ങ് അഴിക്കുക. ആത്മാവിൽ ആരാധിച്ചു പറ, ഈ രാത്രി അധികാരം നിന്റെ മേലാണ്, അധികാരം നിന്റെ മേലാണ്, അഭിഷേകം നിന്റെ മേലാണ്. യേശു പറഞ്ഞു, കെട്ടിയതിനെ അഴിക്ക്, കെട്ടിയതിനെ അഴിക്ക്. ആര് കെട്ടിയെന്നറിയണ്ട, എങ്ങനെ കെട്ടിയെന്നറിയണ്ട, എവിടെ കെട്ടിയെന്നറിയണ്ട. ദൈവം നിന്നെ വിട്ടത് കെട്ടിയതിനെ അഴിക്കാൻ. ഈ വിശുദ്ധ വേദഗ്രന്ഥ നെഞ്ചിൽ പിടിച്ചുകൊണ്ട്, നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഞാൻ ആ ഉയരൊക്കെ പ്രഖ്യാപിക്കുകയാണ്. യേശു ഇങ്ങനെ പറഞ്ഞ്, ഞാൻ വന്നത് മതം സ്ഥാപിക്കാനല്ല, ഞാൻ വന്നത് പ്രസ്ഥാനത്തെ ഉണ്ടാക്കാനല്ല, ഞാൻ വന്നത് ഒറ്റ കാര്യത്തിന്, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാ വന്നത്. അഭിഷിക്തന്മാരെ, ഇന്ന് ഈ അധികാരമേറ്റത് ചിലത് അഴിക്കാനാ വന്നത്, ചിലത് പൊട്ടിക്കാനാ വന്നത്. അഴിക്കാനാ വന്നത്. അഭിഷിക്തനെ, ഇതിൽ കുറഞ്ഞൊരു പരിപാടി ചെയ്യരുത്. അവൻ വന്നത് അഴിക്കാനാണ്. എവിടെയൊക്കെ കെട്ടപ്പെട്ടോ അതൊക്കെ അഴിച്ചില്ലേ? 38 വർഷമായി കുളക്കടവിൽ കെട്ടിയതിനെ ദൈവം അഴിച്ചില്ലേ? ഒരു ഹല്ലേലൂയ പറ. 18 സംവത്സരമായി രക്തസ്രാവത്താൽ ബന്ധിക്കപ്പെട്ടതിനെ ദൈവം അഴിച്ചില്ലേ? 6000 ദുർഭൂതം ബാധിച്ചതിന് ദൈവം അഴിച്ചില്ലേ? അഭിഷിക്തനെ, അതിനൊക്കെ ദൈവം അഴിച്ചെങ്കിൽ കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ദൈവസഭയോട് പറയുന്നു, ആദ്യജാതന്മാരുടെ സഭ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദ്യജാതന്മാരുടെ സഭ. ഒന്ന് പറഞ്ഞേ, ആദ്യജാതന്മാരുടെ സഭ. ആമ സ്വർഗത്തിൽ പേരെഴുതിയ ആദ്യജാതന്മാർ. ആമ എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടി പറയുന്നു, ആമേൻ പറഞ്ഞേക്കണം. സ്വർഗത്തിൽ പേരെഴുതിയ ആദ്യജാതന്മാർ. മനസ്സിലായില്ലല്ലേ? ആമ പഴയ നിയമത്തിൽ ആദ്യജാതൻ ദൈവത്തിനുള്ളത്, പഴയ നിയമത്തിൽ ആദ്യജാതൻ യുദ്ധത്തിനുള്ളത്, പഴയ നിയമത്തിൽ ആദ്യജാതനോ ഇരട്ടി പങ്ക്. നമ്മൾ ആരും പുതിയ പുത്രനല്ല, ആദ്യജാതന്മാർ. അധികാരം കൈയേറ്റെടുക്കേണ്ടവർ, അഭിഷേകം ചുമക്കേണ്ടവർ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരം ഉയർത്തു ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. എനിക്കിഷ്ടം
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗം വെറും വചനമായിട്ടല്ല, ദൈവശക്തിയുടെ പ്രദർശനശാലയത്രേ. ഈ 2026 ഫ്രാൻസിസ് ഭാഷ ഞാനങ്ങ് പ്രവചിക്കുക, ആത്മാവി പ്രവചിച്ചു പറയാം, ഒരു കൊയ്ത്തിന്റെ വർഷമാണ്. ആത്മാക്കളുടെ കൊയ്ത്തിന്റെ വർഷമാണ്. ഒരു ഡിവൈൻ ഹാർവസ്റ്റ് 2026 ദൈവം ചെയ്യും. മക്കള്, നിങ്ങൾ പോകുന്നിടത്ത് അത് കാണും. നിങ്ങൾ നിൽക്കുന്നിടത്ത് യേശുവിന്റെ നാമത്തിൽ സഭകൾ വർദ്ധിക്കാൻ പോകുക, ആത്മാക്കൾ കൂടാൻ പോകുക. വിശ്വസിക്കുന്നവരാ ഹല്ലേലൂയ പറ. ജനം വിടുവിക്കപ്പെട്ടേ പറ്റൂ. ജനത്തെ കെട്ടിവെച്ചതിന് ഇന്ന് രാത്രി ഈ മീറ്റിംഗിന് നടുവിൽ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിനെ പൊട്ടിക്കുക. ശ്രദ്ധിക്കേ, കാറ്റും കടലും ശാന്തമായി. കാറ്റും കടലും ശാന്തമായി. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് പറ, കാറ്റും കടലും ശാന്തമായി. ഒന്ന് പറഞ്ഞേ, കാറ്റും കടലും ശാന്തമായി. പറഞ്ഞോ, പറഞ്ഞോ. ഇത് കണ്ട ശിഷ്യന്മാർ ചോദിക്കുക, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. ഇവൻ കാറ്റും കടലും അനുസരിക്കുന്നു. ഇവൻ അവൻ കുറെ പേർ ചേർന്ന് ഒരു പക്ഷപാതം പിടിച്ചവനെ ചുമന്നുകൊണ്ട് വന്ന് യേശുപ്പന്റെ മുന്നിലേക്ക് ഇറക്കി വെച്ചു. യേശു പറഞ്ഞു, കുഞ്ഞേ, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു. കിടക്കയെടുത്ത് ഉടനെ കണ്ട പരീശന്മാർ പറയുക, പാപം മോചിക്കുന്ന ഇവനോ. ഹല്ലേലൂയ. കഴുതയുടെയും കുട്ടിയുടെയും പുറത്ത് അവന്റെ വസ്ത്രം ഇട്ട് ആ വസ്ത്രത്തിന്റെ മണ്ടലോട്ട് കയറിയിരുന്ന് യെരൂശലേം ദൈവാലയം ശ്രദ്ധിച്ചുകൊണ്ട് യേശു തമ്പുരാൻ യെരൂശലേം ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ യെരൂശലേം ദൈവാലയത്തിന് പുറത്ത് നിന്ന് ജനം അർപ്പിട്ടു, ദാവീദ് പുത്രന് ഹോസന്ന. ആമേൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് പറയട്ടെ ഫ്രണ്ട്സ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം പറയാം, നിങ്ങൾ വേണമെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. ഈ ശബ്ദം കേട്ടിട്ട് അന്നത്തെ മത പണ്ഡിതന്മാർ, യഹൂദന്മാർ വിളിച്ചു പറയുന്നു, നഗരം മുഴുവൻ ഇളക്കി മറിക്കുന്ന ഈവൻ. നഗരം മുഴുവൻ ഇളക്കുന്ന ഈവനാരാ? ഒരുമിച്ച് പറ, അവന്റെ പേരെന്ന് പറ. അവന്റെ പേരത്ര യേശു. ഉറക്കെ പറ, അവന്റെ പേരത്ര യേശു. നഗരം മുഴുവൻ ഇളക്കി മറിച്ച, പാപത്തെ മോചിച്ചു കൊടുത്ത, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി തീർത്ത അധികാരമുള്ള ഒരേ ഒരു ദൈവം, അവന്റെ പേരത്ര യേശു. അവന്റെ പേര് കുഞ്ഞുങ്ങളെ യേശു. ഈ പന്തൽ ഇരിക്കുന്ന ഉറക്കെ വിളിച്ചു പറ, അവന്റെ പേരാ യേശു. നല്ല യവനക്കാരായ ഞങ്ങൾക്ക് ഇത് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. എവിടെ ഞങ്ങൾ വിളിച്ചു പറയൂ, ഉന്നതൻ യേശു, ഉയർന്നവൻ യേശു, അവൻ അഭിഷേകമുള്ളവൻ യേശു. യേശുവേ, യേശുവിനെ ഉയർത്തണം, യേശുവിനെ ഉയർത്തണം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞൊന്ന് ചിരിച്ചൊരു സന്തോഷത്തോടെ പറ, യേശുവാ വലിയവൻ. ആരാ വലിയവൻ? യേശുവാ വലിയവൻ. പിന്നെ വേറെ ആരാ വലിയവൻ? പ്രസന്റാണോ വലിയവൻ? ഹല്ലേലൂയ, സ്വതന്ത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ടെസ്റ്റ് മണി തുടക്കത്തിൽ പറഞ്ഞില്ലേ, കൈപ്പാണിയും കൊലശ്ശേരിയും ഒക്കെ ആയിട്ട് വീട് പണിയാൻ നടന്ന നല്ല ഒരു മരപ്പണിക്കാർ, കൽപ്പണിക്കാരൻ അല്ലേ? അപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ? ഇത്രേ ഉള്ളൂ. പക്ഷെ വലിയവൻ യേശു. പിന്നെ വലിയവൻ യേശു, പിന്നെ വലിയവൻ യേശു. ഒരാമൻ പറ, വലിയവൻ യേശു. സ്വതന്ത്രം, 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 സ്വതന്ത്രം. ഉന്നതൻ യേശു, ഉയർന്നവൻ യേശു. യേശു അല്ലാതെ വലിയവൻ ആരുമില്ല. അപ്പോ നമ്മൾ വായിച്ച വാക്യം എബ്രായർ 12:24. ഇനി നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കണം.
എബ്രായ ലേഖനം 14 ലേഖനങ്ങളിൽ വിശിഷ്ടപ്പെട്ട പൗരോഹിത്യത്തിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ അധ്യായം. എബ്രായ ലേഖനത്തിന് ഒരു പ്രത്യേകത പറയാം. യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് പ്രതിപാദ വിഷയം. എന്താണ് യേശുവിന്റെ ശ്രേഷ്ഠത? ഒരു ആമേൻ പറഞ്ഞു, മറക്കല്ലേ. ഈ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടും യേശുവിനെ ആരാധിച്ചിട്ടും അവർ ഈ പഴയതൊന്നും വിട്ടുകളയാൻ തയ്യാറായില്ല. എന്ന് വെച്ചാൽ അവർക്ക് വിട്ടുകളയാൻ പറ്റുന്ന ആളുകളല്ലല്ലോ പണ്ടുള്ളവർ. മോശ, അഹരോൻ, മൽക്കിസദേക്ക്, ദൂതന്മാർ, പുരോഹിതന്മാർ, സമാഗമന കൂടാരം, ഇതൊക്കെ ചെറുതാണോ അന്യഭാഷ? ചെറുതല്ല. അപ്പൊ ഇവിടെ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോഴും അവർ ഇതിനെ എല്ലാം പൊക്കിപ്പിടിച്ചേക്കുക. എന്നാൽ എബ്രായ ലേഖനം 1-ാം അധ്യായം തുടങ്ങി 13-ാം അധ്യായം വരെ യേശു ആരാണ് എന്നങ്ങ് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പ്രസംഗത്തിൽ കയറാം. ഇത് പറയുമ്പോ ഇടയ്ക്കൊരു ഹല്ലേലൂയ പറയുന്നത് നിങ്ങൾക്ക് നല്ലതാ. ഒരു ഹല്ലേലൂയ എന്നുറകെ പറഞ്ഞേ. 1-ാം അധ്യായത്തിൽ ആമേൻ താൻ ഇങ്ങനെ എഴുതി, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഒരു ആമേൻ എന്ന് പറഞ്ഞേ. 2 അധ്യായത്തിൽ എഴുതി, യേശു പ്രവാചകന്മാരെക്കാൾ ഉറക്കെ പറ ശ്രേഷ്ഠനാണ്. 3-ാം അധ്യായത്തിൽ യേശു പഴയ നിയമ നേതാവായ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. അഹരോനേക്കാൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാനും മിണ്ടാതെയാ പോകും. അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്, അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ്, മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠനാണ്, പഴയ നിയമ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠനാണ്, പഴയ നിയമ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്, പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. എല്ലാം പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേ. ഹല്ലേലൂയ. ദൂത് മനസ്സിലായവരാമേൻ പറ. യേശു ക്രിസ്തു 12-ാം അധ്യായം വരെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ യേശുവിനെ 13-ാം അധ്യായത്തിൽ താൻ എഴുതി, ഇവരെല്ലാം കഴിഞ്ഞു പോയവരാ, ഇവരെല്ലാം തീർന്നു പോയവരാ. എന്നാൽ 13-ാം അധ്യായത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇന്ന് രാത്രി ഇതിന് നടുവിൽ ഇറങ്ങി വന്ന മഹാപുരോഹിതന് കരമടിച്ചൊന്ന് ആരാധിച്ച് ഒരു മടിയും വേണ്ടെന്ന്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. എനിക്ക് ഇഷ്ടമാകട്ടോ, ഈ അധ്യായം ഇഷ്ടമാണ്, ഈ അധ്യായം പ്രസംഗിക്കുന്ന ഇഷ്ടമാണ്. ഇന്ന് നേരം വെളുക്കുന്നത് വരെ എബ്രായ ലേഖനം പ്രസംഗിച്ചാൽ തീരില്ല, അത്രയുമുണ്ട് യേശു ക്രിസ്തുവിന്റെ മഹത്വം. വേണമെങ്കിൽ 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 7 ശ്രേഷ്ഠത 1-ാം അധ്യായത്തിലുണ്ട്. ക്യാപ്സൂൾ പരുവത്തിൽ ഒറ്റവാക്കി പറയാം. 1-ാം അധ്യായത്തിൽ പൗലോസ് എഴുതി വെച്ചു, യേശു സകലത്തിലും അവകാശിയാണ്. ഒരാമൻ പറഞ്ഞേ. 2, അവൻ മുഖാന്തരം സകലതും ഉണ്ടാക്കി. 3, അവൻ തേജസ്സിന്റെ പ്രഭ. ഒന്നാമൻ പറഞ്ഞേ. 4, അവൻ തത്വത്തിന്റെ മുദ്ര, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. 6, പാപത്തിന് പരിഹാരമുണ്ടാക്കിയവൻ. 7, ഉയരത്തിൽ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവൻ. 1-ാം അധ്യായത്തിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ 7 പദവികൾ അവിടെ വരച്ചു കാണിച്ചു. ഇത്രയും യേശുവിന്റെ ഉന്നത പദവി വിവരിച്ച ഒരധ്യായം ഉലകത്തിൽ വേറെയില്ല. സഹോദരങ്ങളെ, ഒരല്പം വേഗതയാണെന്ന്, ഫാസ്റ്റാന്ന് എനിക്കറിയാം. അല്പം ഫാസ്റ്റിൽ പോയില്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാ. അപ്പൊ 1-ാം അധ്യായം തുടങ്ങി 11-ാം അധ്യായം വരെ പൗലോസ് നിർത്തി. 11-ാം അധ്യായത്തിൽ 33 വിശ്വാസ വീരന്മാരെ എടുത്തങ്ങ് പറഞ്ഞു. ഒരു ആമേൻ പറഞ്ഞേ.
എടുത്തങ്ങ് പറഞ്ഞു. അവരാരും ചെറിയവരല്ല, അവരാരും ചെറിയവരല്ല. 33 പരം വിശ്വാസവീരന്മാർ അവരെല്ലാം നിരത്തി. എന്നിട്ട് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് രംഗപ്രവേശനം ചെയ്തു. ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അഭിഷിക്തന്മാരെ, 1-ാം അധ്യായം തുടങ്ങി 10-ാം അധ്യായം വരെ സകലരെയും നിരത്തി. 11-ാം അധ്യായത്തിൽ 33 പരം വീരന്മാരെ അണിയിച്ചൊരുക്കി. എന്നിട്ട് ഇവരെ എല്ലാം ഒരു ഗാലറിയിൽ കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ട് അവരെല്ലാം ഗാലറിയിൽ ഇരുത്തിയിട്ട് ഗ്രൗണ്ടിലേക്ക് പൗലോസ് ഒരാളെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറയുക, മറ്റാരെയും നിങ്ങൾ നോക്കരുത്, അവനെ മാത്രമേ നോക്കാവൂ. ഇന്ന് രാത്രി കീഴടങ്ങര സഭദേശത്തോട് പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റാരെയും നിങ്ങൾ നോക്കരുത്. നോക്കാൻ വരുമോ അവന്റെ പേരത്രേ യേശു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പറയാനുള്ളത് വിശ്വാസ വീരന്മാരെ നോക്കരുത്, പ്രസംഗിക്കുന്ന ഉപദേശമാരെ നോക്കരുത്. അവര് വീഴും എഴുന്നേക്കും, ഒരു പക്ഷേ എങ്ങനെങ്കിലുമൊക്കെ പോകും. പക്ഷേ എന്നേക്കും നിലനിൽക്കുന്ന ഒരേ ഒരു ദൈവം, അവനത്ര യേശു കർത്താവ്. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു കർത്താവിന്റെ നാമമാണ്. ആ നാമത്തെ ഒന്ന് ആരാധിച്ച്, ആ നാമത്തെ ഒന്ന് സ്തുതിച്ച്, ഹല്ലേലൂയ. അവനെ വേണം ആരാധിക്കാൻ, അവനെ വേണം ആരാധിക്കാൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. അവന് മാത്രമേ ആരാധിക്കാം. അടുത്തിരിക്കുന്ന ആളോട് പറ, അവന് മാത്രമേ ആരാധിക്കാം. ഇനി നിങ്ങൾ മറക്കാതിരിക്കാൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പൊ ഈ 11-ാം അധ്യായം ഇവരെല്ലാം നിരത്തി. 12-ാം അധ്യായം ഒരു ഗാലറി ഫിറ്റ് ചെയ്തു. ഒരു ഗാലറി, ആ ഗാലറി കൊണ്ടുവന്ന് ഇവരെ നിരത്തിയിരുത്തി. എന്നിട്ട് ഗ്രൗണ്ടിൽ ഒറ്റക്കൊരുവൻ നിൽക്കുന്നു, അത് യേശു. എന്നിട്ട് പറയുക, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആര് പറയാ? പൗലോസ് പറയുക, ഞാനും നിങ്ങളും ഓടി തികച്ചവരല്ല, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ഇപ്പോൾ എന്ത് ചെയ്യുന്നവരാ? ഓടിക്കൊണ്ടിരിക്കുന്നവരാ. നിങ്ങളെല്ലാം ഓട്ടക്കളത്തില. ഒരു സോദരം പറയാൻ പറ്റുമോ? ഓട്ടക്കളത്തില. ഇനി അങ്ങനെ ഓടുന്ന നിങ്ങൾ ബിജു പാസ്റ്ററെ നോക്കി ഓടരുത്, ഫ്രാൻസിസ് പാസ്റ്റർ നോക്കി ഓടരുത്, റിജീഷ് പാസ്റ്ററിനെ നോക്കി ഓടരുത്. എന്തുകൊണ്ടെന്ന് പറയാം. ഈ ദൈവദാസന് കൊടുത്ത ഓട്ടം 100 കിലോമീറ്റർ, ഇയാൾക്ക് കൊടുത്തത് 500, പുള്ളിക്ക് 100. ഇവരുടേതല്ല നിങ്ങൾക്ക് ദൈവം തന്നത്. ഞാനതങ്ങ് വചനത്തിലൂടെ പറയാം. ഓരോരുത്തനും താൻ തന്റെ വചനം പറ, ഓരോരുത്തനും താൻ തന്റെ നിരയിലത്രേ. എന്റെ ഓട്ടം ഈ ദൈവദാസന്റെ ഓട്ടമല്ല. ആരും കണ്ടോടിയാൽ ഞാൻ എത്തത്തില്ല. എന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇനി ഒന്നുകൂടി പറയാ, എന്റെ ഓട്ടത്തിന് വിഘനം നിൽക്കുന്നത് ഏത് ശക്തിയാണെങ്കിലും അതിനെ വെട്ടിമാറ്റാൻ ആ യുദ്ധം ദൈവം കയ്യിൽ തന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറ. നിന്റെ ഓട്ടത്തിന് വിഘനം നിൽക്കുന്ന, നിന്റെ ഓട്ടത്തെ തടസ്സമായി നിൽക്കുന്ന സകലത്തിനെയും അവൻ വെട്ടിമാറ്റാൻ ഇരുവായി തലയുള്ള വാള് ദൈവം കയ്യിൽ തന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി അരിയട്ടെ. നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്?
നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? അഭിഷിക്തനെ, നിങ്ങൾ ഓടുന്ന ഓട്ടത്തിന്റെ മുൻപിൽ കാടും മേടും എന്തു വേണേലും വരട്ടെ, അതിനെ വെട്ടിമാറ്റാൻ കയ്യിൽ ഇരുവായുത്തലയുള്ള വാള് ദൈവം തന്നിട്ടുണ്ട്. ശ്വാസമുള്ളവരോട് സ്തോത്രം പറഞ്ഞു. അപ്പോ ഇനി ശ്രദ്ധിക്ക്. അപ്പൊ നമ്മളെല്ലാം ഒരു ഓട്ടക്കളത്തില. ഈ ഓടുമ്പോ 3 കാര്യം ശ്രദ്ധിക്കണം. ഓടുമ്പോ 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഭാരം വിട്ടോടണം. എന്ത് വിട്ടോടണം? ഭാരം. ഈ രാത്രിയിലെ കിടങ്ങറയിലെ കൺവെൻഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരം വെക്കാൻ വന്നവരല്ല, നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കുന്ന യേശുവിനെ പ്രസംഗിക്കണേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഭാരം വിട്ടോടുക. 2, മുറിയെ പറ്റുന്ന പാപം വിട്ടോടുക. അപ്പോ 2 കാര്യം ക്രിസ്ത്യാനി ചെയ്യണം. 1, നിങ്ങളുടെ ഭാരം വിട്ടോടണം. 2, പാപം വിട്ടോടണം. 3, ഓടുമ്പോൾ യൂട്യൂബ് നോക്കി ഓടരുത്, ഫേസ്ബുക്ക് നോക്കി ഓടരുത്, ഇൻസ്റ്റാഗ്രാം നോക്കി ഓടരുത്. ഓടിയവരൊക്കെ വീണിട്ടുണ്ട്. യൂട്യൂബ് അല്ല നിന്റെ മാർഗദർശി, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അല്ല നിന്റെ മാർഗദർശി. എന്നേക്ക് നിലനിൽക്കുന്ന എന്റെ അപ്പനായ എന്റെ മാർഗദർശി. എന്റെ കണ്ണ് അവന്റെ മുഖത്തൊന്നും ഞാൻ മാറ്റുകയില്ല. അവനെ നോക്കിയാ ഓടുന്നത്. അവനാണ് എന്റെ ലക്ഷ്യം. അവനോട് ചേരുന്നത് വരെ, അവന്റെ മാർവിൽ ചാരുന്നത് വരെ, അവനെ കെട്ടിപ്പിടിക്കുന്നത് വരെ, അവനോട് ചേരുന്നത് വരെ, അവന് ചുംബനം കൊടുക്കുന്നത് വരെ അവനെ വിട്ട് ഞാൻ മാറുകയില്ല. അങ്ങനെ നമ്മളിപ്പോ എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യാ? പറ. ഇപ്പൊ എന്തിരിക്കുക? ഓടുക. ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണേ, ഇരിക്കാൻ പ്രമാണമില്ല. 1-ാം സങ്കീർത്തനം, ദുഷ്ടന്മാരുടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, ഇരിക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? എന്നോട് പറയുക, ബിജു പാഷ ഇവിടെ നിൽക്കരുത്, ഇരിക്കാൻ ചെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യണം? ഒറ്റ മാർഗ്ഗമുള്ളൂ, ഓടുക. നമുക്കിവിടെ നിൽക്കാൻ പ്രമാണമില്ല. സ്വതന്ത്രം പറ. ഈ നിന്നാൽ അടി ഉറപ്പാ. എന്റെ 11 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ പോയി 100 ഗ്രാം പരിപ്പ് മേടിച്ചോണ്ട് വരണം. 10 മക്കളുണ്ട് കേട്ടോ. അപ്പനും അമ്മയും കൂടി 12 പേര്. അന്ന് 100 ഗ്രാം പരിപ്പ 12 പേര് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. 2 ചിക്കൻ അവർ 2 പേരും കൂടി തിന്നുന്നേ. പണ്ട് 100 പരിപ്പ് മതിയായിരുന്നു. ഇപ്പൊ നമ്മളൊരു ഫുൾ ചിക്കൻ മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് ഫ്രാൻസിസ് ഭാഷ ഇത് കറി വെച്ചോ എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ചിന്തയുണ്ട്, വൈകിട്ടത്തെ കൂടി കാണും, എന്നാ ഉണ്ടാവത്തില്ല. ഭാര്യയോട് ചോദിച്ചു വൈകിട്ടാന്ന്. അവര് അത് മക്കൾ അടിച്ചു. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുട്ടനാടെന്നൊരു താറാവ് മേടിച്ച് കറി വെച്ചാൽ അതിനകത്ത് 1 കിലോ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടങ്ങ് അനത്തിയാൽ നമ്മുടെ അമ്മമാർ 4 നേരം കഴിക്കുമായിരുന്നു അല്ലേ? പക്ഷെ ഇതുപോലത്തെ താറാവ് ഇപ്പൊ വീട്ടിൽ മേടിച്ചു എടുത്താൽ 1 നേരം ഒക്കുന്നില്ല. എന്നാ പരിപാടി എന്നറിയത്തില്ല. പണ്ടത്തെ പോലെ കോഴി വളരാഞ്ഞിട്ടാണോ, താറാവിന് തൂക്കമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വീട്ടിലെ പിള്ളേർക്ക് തൂക്കം കൂടിയിട്ടാണോ, എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഒക്കുന്നില്ല. എന്തുവാവട്ടെ, സ്തോത്രം. ഇതിങ്ങനെ വിട്ടപ്പോ ഞാൻ ഈ പരിപ്പ് മേടിക്കാൻ പോകുന്ന പോക്കില്ലേ, ഈ പണ്ട് ഞങ്ങളവിടെ കളിയുണ്ട്, ഈ കക്ക് കളി ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാനല്ല കളിക്കുന്ന, അവരാ കളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ കക്ക് കളിക്കുന്നത് നോക്കി നിന്നു. 1 മണിക്കൂർ നിന്നു, 2 മണിക്കൂർ നിന്നു. എല്ലാരും കളിച്ചു കഴിഞ്ഞപ്പോ ആരും എന്നോട് ചോദിച്ചു, മോനെ നീ എന്താ നിൽക്കുന്നേ, കളിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. എന്റെ 2 രൂപ ഉണ്ട്, ഞാനും കളിച്ചു. എന്നെ കാണാതെ
കുറെ നേരം കഴിഞ്ഞപ്പോ അമ്മ അന്വേഷിച്ച് വരുമ്പോ കക്കുകളിയും കളിച്ച് കയ്യിൽ നിന്ന് കാശും പോയി. ഞാനൊരു തെങ്ങിന്റെ തോപ്പിയിരിക്കുക. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ അപ്പൻ എന്ന് പറയുന്നത് LTT-കാരെ പോലെയാ. കിട്ടിയ പിന്നെ വെച്ചേക്കത്തില്ല. 2 ദിവസമായിരുന്നു അടി. നിന്നതിന്റെ കൂലിയ. ഒരു സ്വത്രം പറഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരിടത്തും ഞാൻ നിൽക്കത്തില്ല. നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോള് പഴയ പരിപ്പിന്റെ ഓർമ്മയാ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്തിനാ ഇവിടെ പറഞ്ഞതെന്നല്ലേ? എന്നെയും നിന്നെയും വിളിച്ചത്, ഓടാനാ കുഞ്ഞെ വിളിച്ചത്. ഒന്നിനെയും കണ്ടു നിൽക്കരുത്. ഇവിടത്തെ സുഖ സൗകര്യങ്ങൾ കണ്ടു നിൽക്കരുത്. ഇവിടത്തെ എന്തെങ്കിലും മണിമൗധം കണ്ടു നിൽക്കരുത്. ഇവിടത്തെ വിലയേറിയ എന്തെങ്കിലും കണ്ട് ഇവിടെ നിൽക്കരുത്. ഇത് ചതിയുടെ ലോകമാണ്. ഇവിടെ ഒന്ന് നിൽക്കാൻ നിൽക്കരുത്. ഓടാനാ ദൈവം വിളിച്ചത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവങ്ങൾ പ്രത്യാശയുള്ള ഏവർക്കും അത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇനി ശ്രദ്ധിച്ചേ, എനിക്ക് ആ വാക്യത്തിലോട്ട് എത്താനൊക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ഓടി ഇപ്പോൾ ഒരു സ്ഥലത്തെത്തി. എവിടെയാ എത്തിയെന്നറിയണ്ടേ? പുതുനിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അടുത്ത ദൂത് കേട്ടോ, നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ആമൻ ഈ ചർച്ചിനകത്തല്ല, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുക്കല. അവൻ ആണിപ്പാഷേ, ആ രക്തമല്ലേ പിശാചിന്റെ തലയെ തകർത്തത്? ആ രക്തമല്ലേ ആയുധവർഗം വെപ്പിച്ചത്? ആ രക്തമല്ലേ പിശാചിന്റെ തല തകർത്തത്? ആ രക്തമല്ലേ പാപത്തിന് മോചനം തന്നത്? ആ രക്തമല്ലേ നിന്റെ രോഗം സൗഖ്യമാക്കിയത്? ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ആ രക്തം ഒഴുകുന്നു. ആ രക്തം ഒഴുകുന്നു, ആ രക്തം ഒഴുകുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ ഇന്ന് രാത്രി വന്നിരിക്കുന്നത് ആ രക്തത്തിന്റെ അടുക്കല. ഞാനൊരു ദൈവ ശബ്ദം കേൾക്കുന്നു. വിരോധമായി നിൽക്കുന്ന ചില ശാപക്കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു. ചില ശാപമുഖങ്ങൾ അഴിഞ്ഞു മാറുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ വന്നിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിയമ രക്തത്തിന്റെ അടുക്കലത്രേ. ഹല്ലേലൂയ. ആമേൻ. 2 പേരോട് 3 പേരോട് കൈ കൊടുത്തു പറ, നാം ഇന്ന് വന്നിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഈ വാക്യം നിങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ ഇന്ന് സൗഖ്യമാകും. ഒന്ന് പറഞ്ഞേ, നാം ഇന്ന് വന്നിരിക്കുന്നത് പുതുനിയമത്തിന് മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യക രക്തത്തിനും അടുക്കലത്രേ. അങ്ങനെയാണെങ്കിൽ നീ ഇരിക്കുന്നിടത്ത് എന്തുണ്ട്? നീ ഇരിക്കുന്നിടത്ത് എന്തുണ്ട്? നിന്റെ വീടിനകത്ത് എന്തുണ്ട്? നിന്റെ ചർച്ചിനകത്ത് എന്തുണ്ട്? ഒരു ശക്തിയും നിന്നെ തൊടത്തില്ല, ഒരു അന്ധകാരവും നിന്നെ തൊടത്തില്ല. ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഒരു ശത്രുവും നിന്നെ തൊടത്തില്ല, ഒരു മന്ത്രവാദം നിന്നെ കേൾക്കത്തില്ല. കാരണം നീ നിൽക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ. Oh Jesus. ഇനി നമുക്ക് പഴയ നിയമത്തിലോട്ട് പോയിട്ട് പുതിയ നിയമത്തിലോട്ട് വന്ന്, ദൈവദാസ എനിക്ക് ഇന്ന് ഒരുപാട് സമയം തന്നിട്ടുണ്ട്. 11 മണിക്ക് നിർത്തിയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വത്രം പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ 10 മണിക്കെങ്കിലും നിർത്താം. ഇവിടെ സ്വത്രം പറഞ്ഞേ. നിങ്ങൾക്ക് ഇവിടെ അടുത്ത് പോയപ്പോ എനിക്ക് കൊച്ചി പോകണ്ട എന്ന് പറ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് രക്തത്തിന് അടുക്കൽ. നമുക്കിന്ന് പഴയ നിയമത്തിൽ പോവാം. എല്ലാവരും എടുത്ത് വേദപുസ്തകം തുറന്നേ. ലേവിയ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ശാന്തമായി എടുത്തേ. ലേവിയ പുസ്തകം 4:6 ഞാൻ വായിച്ചുകൊള്ളാം. സമയം അത്രയും എനിക്ക് കിട്ടുമല്ലോ. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ
വിശുദ്ധ മന്ദിരത്തിന്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം എന്ത് ചെയ്യണം? തളിക്കണം. ദൈവമക്കളെ, പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം യാഗങ്ങളും പുരോഹിതന്റെ കടപ്പാടുകളും വിവരിക്കുന്ന അധ്യായമാണ് ഈ പുസ്തകം. അതുകൊണ്ട് ലേവ്യ പുസ്തകം നമ്മൾ ഒരുപാട് വായിക്കാറില്ല. അത് 1-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു യാഗവസ്തുവിനെ എടുക്കണം, അത് ആട്ടിൻകുട്ടി അരിക്കണം, അതിന്റെ തോൽ ഉരിക്കണം, അതിനെ കണ്ണമായി നുറുക്കണം, അതിനെ വെള്ളത്തിൽ കഴുകണം, പപ്പും തൂവലും അതിന്റെ കൈകാലുകളും കുടലും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി കളയണം. അവൻ നുറുക്കി യാഗപീഠത്തിൽ തീ കത്തിച്ച് യാഗപീഠത്തിൽ യാഗമർപ്പിക്കണം എന്നിത്യാദി കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ലേവ്യ പുസ്തകം മറിച്ചുവിടും. നമുക്കിഷ്ടമല്ല. പക്ഷേ ഈ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ മഹാപുരോഹിതൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ആടിനെ അല്ലെങ്കിൽ പശുവിനെയോ അറുക്കണം. അറുത്തതിന് ശേഷം ഒരു കിണ്ണത്തിനകത്ത് അല്പം ചോര എടുക്കണം. ആ ചോര കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കണം. സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുന്ന പുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ പ്രവേശിച്ച് ശ്രദ്ധിച്ച് ഇതിനകത്തുനിന്ന് ചോരയെടുത്ത് ഇങ്ങനെ കൃപാസനത്തിൽ തളിക്കും. അവിടെ ഇരിക്കുന്ന പുസ്തകത്തിന് മേ തളിക്കും, അവിടെ ഉള്ള യാഗപീഠത്തിൽ തളിക്കും, ഇങ്ങനെ എല്ലായിടത്തും തളിക്കും. ഒടുവിൽ പുരോഹിതൻ ഇറങ്ങി വന്നിട്ട് ഈ രക്തം കുറച്ചെടുത്ത് ജനത്തിന്റെ മേ തളിക്കും. ഇങ്ങനെ തളിക്കുന്ന രക്തം നിമിത്തം ജനം ശുദ്ധിയുള്ളതാകും. ഇനി അടുത്ത ദൂത് പറയുമ്പോ സഭ ഒരുമിച്ചൊരു ഹല്ലേലൂയ പറയണം. ചില കേട്ടു. ഈ രക്തം സാധാരണഗതിയിൽ ആടിന്റെ രക്തമാണ്. ഈ രക്തം 35 ലക്ഷത്തിന്റെ മണ്ട തളിച്ചപ്പോ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു നായ പോലും ആ രക്തം തളിക്കപ്പെട്ടവരുടെ നേരെ ഒരു നായ പോലും നാം അനക്കിയില്ല. ഇന്ന് രാത്രി നിന്റെ മേൽ വീണത് യേശുവിന്റെ രക്തമാ. നിന്റെ മേൽ തളിക്കപ്പെട്ട യേശുവിന്റെ രക്തമാ. ഒരു നായയല്ല, ഒരു അന്ധകാരമോ നിനക്കെതിരെ ഇന്ന് പകൽ കുരക്കുകയില്ല. ധൈര്യപ്പെട്. ആത്മാവി ധൈര്യപ്പെട്. ഒരു മന്ത്രവാദവും കണ്ട് ഒരു ആഭിചാരവും കണ്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ രക്തത്തിന്റെ വിലയാ. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് എന്റെ ഉള്ളം കത്തുക. എനിക്കറിയില്ല, കാരണം ഇതൊരു ഭയങ്കര പവറാ. ഏത്? The blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തം. എല്ലാവരും ഭാഗം പറഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ രക്തം. ഈ രക്തം 7 സ്ഥലത്താണ് തളിച്ചത് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ മഹാപുരോഹിതനായ എന്നേക്കും സ്ഥിരമായ പുരോഹിതൻ 4 സ്ഥലത്ത് 7 പ്രാവശ്യം ഈ രക്തം തളിച്ചു. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ തളിച്ചത് നിഴലായിരുന്നെങ്കിൽ പൊരുളായ ക്രിസ്തു 7 പ്രാവശ്യം 4 ഇടത്ത് രക്തം തളിച്ചു. അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അവകാശങ്ങളും വാദങ്ങളും വെല്ലുവിളികളും അന്യാരാധന ശക്തികളും ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് കെട്ടഴിഞ്ഞു മാറും. അത് ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ടല്ല, ഈ രക്തത്തിന്റെ ശക്തിയാണ്. ഞാന് സന്തോഷമാണെങ്കിൽ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ തിരിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം എനിക്കിഷ്ടമുള്ള ഒരു സുവിശേഷമാണ്. കാരണം യേശു ദൈവമാണെന്ന് തെളിയിച്ച സുവിശേഷം.
13-ാം അധ്യായം പെസഹ പെരുന്നാളിന്റെ ദിവസമാണ്. അവർ മാളിക മുറി കയറുന്നു. മാളിക മുറി കയറി യേശു 14-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പ്രസംഗിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രധാനപ്പെട്ട 7 വാഗ്ദത്തം 14-നകത്ത് കർത്താവ് കൊടുത്തു. 14 യേശു മാളിക മുറിയിലെ പ്രസംഗാനന്തരം 14ന്റെ ഒടുവിൽ അനന്തരം എഴുന്നേൽപ്പിൻ, നമുക്ക് പോകാം. പള്ളി മാർക്കോസിന് മാളിക മുറിയിൽ നിന്ന് 14ന്റെ അവസാനത്തിൽ എഴുന്നേറ്റ് മാർക്കോസിന് മാളിക മുറിയിൽ നിന്നും ഇറങ്ങിയ യേശു നേരെ പോയത് ഗദസമനയിലേക്കാണ്. ഗദസമനയുടെ പ്രത്യേകത, ഗദസമന തോട്ടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യെരുശലേം ദൈവാലയത്തിന്റെ വാതിക്കൽ കൂടി വേണം പോകാൻ. യെരുശലേം ദൈവാലയത്തിന്റെ ഫ്രണ്ടിൽ കൂടി ഗദസമനയിലേക്ക് കയറണമെങ്കിൽ യെരുശലേം ദൈവാലയത്തിന്റെയും ഗദസമനയുടെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിന്റെ പേര് കിദ്രോൻ തോട് എന്നാണ്. ആ തോടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഹെർമോന്യ മലകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തോടിന്റെ പ്രത്യേകത നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. കണ്ണുനീര് പോലത്തെ സ്ഫടിക തുല്യമായ ട്രാൻസ്പെറന്റായ വെള്ളമാണ് ആ വെള്ളം. ആ വെള്ളം ഒഴുകി വന്ന് യെരുശലേം ദൈവാലയത്തിന്റെ വാതിക്കലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഒഴുകുന്നത് ദാണ്ട് ഇവിടെ കിടക്കുന്ന കാർപ്പറ്റിന്റെ കളറിലാണ്, രക്തനിറത്തിലാണ്. എന്താണ്? യെരുശലേം ദൈവാലയത്തിന് വാതിക്കൽ വരുമ്പോൾ ഇതിലെ കളറ് മാറുന്നത് പറയാം. ആലയത്തിൽ നടക്കുന്ന യാഗം നിരന്തര ഹോമയാഗം. ആടിനെ അറുത്ത് പശുവിനെ അറുത്ത് അതിന്റെ ചോര മുഴുവൻ കിദ്രോൻ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നു. അവിടുന്ന് ഈ ചോര ഒഴുകുന്നത് കൊണ്ട് കിദ്രോൻ തോട് മുഴുവൻ ചോരപ്പുഴയാണ്. ഇനിയാണ് ഒരു ദൂത് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, വരാനിരിക്കുന്ന മശികയാകുന്ന ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടിന്റെ നിഴലായ ആടിന്റെ രക്തം ഒഴുകുന്ന നദിയിലേക്ക് പൊരുളായ കർത്താവ് ഇറങ്ങി. സ്വത്രം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ ഒന്നുകൂടി പറയാ. ആടിന്റെ ചോര ഒഴുകുന്ന കിദ്രോൻ തോട്ടിലേക്ക് യഥാർത്ഥ കുഞ്ഞാടാകുന്ന ക്രിസ്തു കാലെടുത്ത് വെച്ച് കിദ്രോൻ തോട് നീന്തിയവൻ കടന്നു. പാസേ, ഒരു കാര്യം കൂടി കേറി വന്നതല്ലേ അങ്ങ് പറയാം. ആ തോട് നീന്തി കടന്ന് യെരുശലേം ദൈവാലയത്തിന്റെ വാതിക്കലെത്തിയപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഒന്ന് നോക്കിക്കേ, എന്നാ പണിയായി ആലയം. ആലയത്തിന്റെ വാതിക്കൽ 2 തൂണുണ്ട് പാസ്റ്റേ. ആ തൂണ് കാണിച്ചു. എന്നിട്ട് ദാണ്ട് ഇതുപോലെ ആ തൂണിൽ, ഒരു തൂണിൽ സ്വർണത്തിന്റെ മുന്തിരിക്കൊല, മറ്റൊരു തൂണിൽ മാതളമണി. അടിക്കുന്ന സൂര്യന്റെ പ്രഭ ഈ മാതളമണിയിലും മുന്തിരിയിലും അടിക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ മുന്തിരിക്കൊല കിടക്കുന്ന പോലെയാ. അവർ കാണിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ആ തൂണിലെ മുന്തിരിക്കൊല കണ്ടോ? ഉടനെ കർത്താവ് തന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാനാടാ സാക്ഷാൽ മുന്തിരി. ആ തൂണിലെ മുന്തിരി ഡ്യൂപ്ലിക്കേറ്റ്, ഞാനാണ് സാക്ഷാൽ. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചുകൊണ്ട് കിടങ്ങര സ്വദേശികളോട് പറയാ, ഇവിടെ കൊത്തിവെച്ച പലതും സാക്ഷാൽ അല്ല, സാക്ഷാൽ യേശുവാ. പോരാ പോരാ പോരാ, അതിന് ഈ കരമടിയുടെ ആരാധന പോരാ. യേശു പറഞ്ഞു, മക്കളെ, ആ കൊത്തിയതൊന്നും അല്ലടാ സാക്ഷാൽ. ആ കൊത്തി വെച്ചതല്ല സാക്ഷാൽ ക്രിസ്തു. ഞാനാണ് ഏക മധ്യസ്ഥൻ, ഏക രക്ഷക, ഏക ദൈവം ഞാനത്രേ. ആമേൻ. സന്തോഷമുണ്ടോ?
ഈ തമ്പുരാനെ സേവിക്കാൻ ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തിന് നല്ലൊരു ഹല്ലേലൂയ പറ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറ. അപ്പൊ ഇവര് നീന്തി കേറി ഗദസമനിലേക്ക് ചെന്നു. ഇനി യേശു തളിച്ച 7 സ്ഥലത്തെ രക്തം ഓടിച്ചു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വായിക്കാൻ പറ്റും ഇന്ന്? വേണ്ട, ഞാൻ തന്നെ വായിക്കാം. സമയം പോകുന്നതുകൊണ്ട് കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുക്കാം. ഇത് ലൈവ് ആയതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് കേൾക്കാം. ലൂക്കോസ് 22:44. ഒന്നാമത്തെ രക്തത്തളി. പിന്നെ അവൻ പ്രാണ വേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നാം പറയുന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ചോര പൊടിച്ചത് കുരിശെടുത്തപ്പോൾ, അടിയേറ്റപ്പോൾ, ആണി അടിച്ചപ്പോൾ, മുൾക്കിരീടം ധരിച്ചപ്പോൾ എന്നല്ലേ പറയുന്നത്. എന്നാൽ കിടങ്ങറയിലെ ദൈവജനം കേൾക്കണം, കുരിശെടുത്തപ്പോഴല്ല ചോര ഒന്നാമത്തെ തളിച്ചത്. അവൻ മുൾക്കിരീടം അടിച്ചപ്പോഴല്ല ചോര ഒന്നാമത് തളിച്ചത്. കുരിശെടുക്കുന്നതിന് മുൻപ്, മുൾക്കിരീടം അടിക്കുന്നതിന് മുമ്പ് ഗദസമനയുടെ തോട്ടത്തിൽ അവൻ ചോര ഒഴുക്കി. ദൂത് മനസ്സിലായ പോലെ, എനിക്ക് നിനക്ക് വേണ്ടി എന്റെ അപ്പൻ ചോര ഒഴുക്കിയത് കുരിശെടുക്കുമ്പോഴല്ല, കുരിശെടുക്കുന്നതിന് മുൻപ്. കിടങ്ങറ ദൈവവിശ്വാസികളെ, ദേശവാസികളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ യേശു രക്തം ചൊരിഞ്ഞത് ഗദസമനയിലാണ്. പ്രാണവേദനയിലായി, പ്രാണവേദനയിലായി എന്ന് വെച്ചാലേ, ചുരുക്കി പറയാം, നീട്ടിയ സമയം പോകും. ഇന്റേണൽ അല്ലെ, 2 തരത്തിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞുങ്ങൾ ഡോക്ടേഴ്സാ, അവരിവിടെ ഉണ്ട്. 2 തരത്തിൽ ദൈവദാസന ബ്ലീഡിംഗ് ഉണ്ടാകും. അകത്തും ബ്ലീഡിംഗ് ഉണ്ടാകും, പുറത്തും ബ്ലീഡിംഗ് ഉണ്ടാകും. ഈ പുറത്തെ ബ്ലീഡിങ് രക്തമൊക്കെ കളഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ട് നെക്കി കെട്ടിയാൽ അത് തീരും. പക്ഷെ അകത്തെ ബ്ലീഡിങ് അല്പം പ്രയാസമാന്നേ. യേശു ഗദസമനയിലെ പ്രാർത്ഥനയിൽ പുറത്തല്ല ബ്ലീഡിങ്, അകത്താണ് ബ്ലീഡിങ്. പണ്ട് ലൂർദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ജോർജ് എന്റെ ചർച്ചിൽ ഉണ്ടായിരുന്നു. 97-98 കാലഘട്ടത്തിൽ. അന്ന് ലൂർദ് ഹോസ്പിറ്റലിലെ അറിയപ്പെട്ടൊരു ഫിസിഷ്യനാണ് ആ ദൈവമനുഷ്യൻ. അന്ന് ഒരിക്കൽ എന്റെ അറിവ് ചോദിച്ചു, സാറേ, ഒരാളുടെ രോമകൂപത്തിനകത്തുനിന്ന് വെളിയിലേക്ക് ചോര വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? പുള്ളി പറഞ്ഞു, അമേൻ പാസ്റ്റേ, എനിക്കറിയാവുന്നത് പറയാം. ഈ നമ്മൾ പറയില്ലേ, ബോംബ് ബ്ലാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ഹൃദയത്തിന്റെ ധമനികൾ പൊട്ടിത്തെറിച്ച് അതിന്റെ ഭിത്തികൾക്ക് വിള്ളലേറ്റ് അതിനകത്തെ ഞരമ്പുകളും രക്തവാൽവുകളും എല്ലാം പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ ബ്ലഡ് നമ്മുടെ രോമകൂപത്തിലൂടെ വെളി വരും. ഇന്ന് രാത്രി കിടങ്ങറ ദൈവസഭ അറിയണം, നിനക്കും എനിക്കും വേണ്ടി എന്റെ യേശുവിന്റെ ഹൃദയം പൊട്ടിയത് നിന്റെ ഹൃദയത്തിന്റെ വേദന എടുത്തു മാറ്റാനാ. ഹല്ലേലൂയ. അൻപാശ ഞാനൊരു പ്രവചനാത്മാവിൽ പറയാ, ഹൃദയം തകരുമ്പോഴല്ലേ ഡിപ്രഷൻ ഉണ്ടാകുന്നത്, ഹൃദയം തകരുമ്പോഴല്ലേ മാനസിക രോഗമുണ്ടാകുന്നത്. നിന്റെ സകല മാനസിക പ്രശ്നങ്ങളെയും അറുത്തു മാറ്റേണ്ടതിനാണ് എന്റെ യേശു പ്രാണവേദനയിലായത്. കരമടിച്ചൊന്ന് ആരാധിച്ച് ഇന്ന് രാത്രി വേളയിൽ എല്ലാ മാനസികമായ പ്രശ്നങ്ങളോ ഇന്ന് രാത്രി മാറട്ടെ. നീ നിന്നെ അലട്ടുന്ന എല്ലാ ഡിപ്രഷനുകളോ, നിന്റെ ഉറക്കമില്ലായ്മ ഇല്ല, ഇന്ന് നാളത്തെ കുറിച്ചുള്ള ചിന്തകൾ, തലമുറയെ കുറിച്ചുള്ള ഭാരങ്ങൾ, ഇന്ന് രാത്രി അതെല്ലാം വിട്ടുമാറട്ടെ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സദൃശവാക്യം 18:14 ഒരു വാക്യമുണ്ട്, വായിച്ചിട്ടുണ്ടോ? മനസ്സ് തകർന്നവനെ ആർക്ക് സഹിക്കാം? ഹലോ, മനസ്സ് തകർന്നവനെ ആർക്ക് സഹിക്കാം?
പറയാം, മനസ്സ് തകർന്നവനെ ആർക്കും സഹിക്കാൻ ഒക്കത്തില്ല. പക്ഷെ എന്റെ യേശുവിന്റെ ഹൃദയം തകർന്നത് നിന്റെ മനസ്സിനെ ബലപ്പെടുത്താനാ. സൗരന്മാരെ, ഇത് പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണേ. ലൈവിലൂടെ ആരും അത് കോട്ടിക്കളയല്ലേ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മനുഷ്യന്റെ ആത്മഹത്യ പണമില്ലാഞ്ഞിട്ടാണോ? പ്രശസ്തി ഇല്ലാഞ്ഞിട്ടാണോ? കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല. എവിടെയോ ഒരു ദുർബല നിമിഷത്തിൽ തന്റെ ഹൃദയം ഒന്ന് തകർന്നപ്പോൾ എടുത്ത് ഷൂട്ട് ചെയ്തു. എന്നാൽ ഇന്ന് ഈ പന്തലകത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, അല്ലേ? കേറിക്കിടക്കാൻ നല്ല വീടില്ല, പക്ഷെ ആരാധന തകർപ്പന, അല്ലേ? വിലപിടിപ്പ കാറ് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇല്ല, ബംഗ്ലാവില്ല, എന്നിട്ട് കയറിയ തൂങ്ങാത്തത് ഞങ്ങൾക്ക് വേണ്ടി പ്രാണം തകർന്ന ഒരു യേശുവിന്റെ രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ദൈവ പൈതലേ, നിന്റെ ഹൃദയം ഇന്ന് രാത്രി ഉണക്കം ഉണ്ടാകുക. നിന്റെ ഹൃദയത്തിന്റെ വേദന എന്റെ തമ്പുരാൻ എടുത്തു മാറ്റുക. ഞങ്ങളെ ഈ രാത്രി അകലത്തിരുന്ന് ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹൃദയം തകർന്നവരുണ്ടെങ്കിൽ, ഞങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നു. നിന്റെ ഹൃദയം തകർച്ച മാറ്റാൻ ഞങ്ങളുടെ യേശുവിന് ഇന്ന് രാത്രി കഴിവുണ്ട്. പണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ദൈവദാസന DJS ദിനകരൻ കരഞ്ഞ് പ്രസംഗിക്കൂ. ആ ദൈവദാസൻ പ്രസംഗിക്കുന്നിടക്ക് പാടുന്നൊരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിടക്ക് എൻ്റെ പ്രാർത്ഥന മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് പാടി കരയും. ആ പാട്ടിങ്ങനെയാണ്, നിങ്ങൾക്കറിയാം. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമാണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും കൺമാണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീശു. യേശു വിളിക്കുന്നു, സാന്നിധ്യം ഈ പന്തലിൽ വ്യാപരിക്കട്ടെ. സാന്നിധ്യം ഈ പന്തലിൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഈ ദേശത്തിൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. മനക്ലേശം നേരിടുമ്പോ തേലം നീതക്കു നൽകും. മനക്ലേശം നേരിടുമ്പോ ഭേദം നീനക്കു നൽകും. ആരായിരുന്നു ഖേദങ്ങൾ എന്നീയ കനിവോടെ നിന്നെ കാത്തിടും. ആരായിരുന്നു ഖേദങ്ങൾ എന്നീയ കനിവോടെ നിന്നെ കാത്തിടും. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ
ഞാൻ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഹൃദയം പൊട്ടിയാൽ മാത്രമല്ല മോനെ, ഒരു പാമ്പുണ്ട്, അണലി. ഈ അണലി കടിച്ചാൽ അങ്ങനെ ഉണ്ടാവുമെന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. അണലി കടിച്ചാലും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് എന്റെ അറിവിൽ ഒരു കാര്യം പറയാം. ഏദൻ തോട്ടത്തിൽ ആ പാമ്പ് മുഖാന്തരം കൊണ്ടുവന്നിട്ട സകല വേദനകളും അവന്റെ ഹൃദയത്തിന് അവൻ അനുഭവിച്ചു. പക്ഷേ നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വിഷയങ്ങളും ഭാര്യയുടെ വിഷയങ്ങളും നമ്മളെ ഇത്രയും വേദനിപ്പിക്കുന്നെങ്കിൽ, ആദാമ്യ കാലം മുതൽ ഇന്ന് വരെയുള്ള മാനവകുലത്തിന്റെ മുഴുപാപവും ഹൃദയത്തിൽ വഹിച്ചാൽ ഏത് ഹൃദയമാ പൊട്ടാത്തെ? അതല്ലേ കറക്റ്റ്? ചില പറയും എന്റെ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് എന്റെ ഹൃദയം പൊട്ടുന്നു. നിന്റെ ഒരു കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് ആദാമ്യ സന്തതി മുതൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിന്റെയും എന്റെയും പാപം എന്റെ അപ്പന്റെ ഹൃദയത്തിൽ വഹിച്ചപ്പോൾ അവൻ പ്രാണവേദനയിലായി. അവന്റെ ഹൃദയം പൊട്ടി ചോര വെളി വരിക. സകല പിരിമുറുക്കങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ഇനി കർത്താവിന്റെ ദാസൻ പറഞ്ഞ സമയമായതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി എടുത്തോട്ടെ. കുഴപ്പമുണ്ടോ ദൈവമക്കളെ? പാസ്റ്റർ പറഞ്ഞ സമയത്ത് ഒരു 5 മിനിറ്റ് കൊള്ളെടുക്കില്ല. കമ്പി വാക്യം പോലെ പറയാം. 2-ാമത്തെ രക്തത്തളി, യെശയ്യാ 52:14. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എന്റെ കവളം കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടില്ല. 2-ാമത്തെ രക്തത്തളി, പീലാത്തോസിന്റെ കട്ടളത്തിൽ യേശുവിന്റെ മുഖത്ത് നിന്ന്. സൗരന്മാരെ, ഒരുപക്ഷെ കേട്ടതായിരിക്കാം. കേട്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എന്റെ 10-24 വർഷമായി ഞാൻ ഈ പല രാജ്യങ്ങൾ കടന്നു പോകുന്നത്. അവിടേക്ക് പോകുമ്പോൾ പുതിയ അറിവുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അതിലൊരു കൊച്ചറിവെന്ന് പറഞ്ഞോട്ടെ. എന്റെ യേശു അപ്പന്റെ രോമം പിഴുത് പറിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? പറഞ്ഞു തരാം ഫ്രാൻസിസ് പാസ്റ്റർ. യേശുവിന്റെ താടി രോമമില്ലേ, ആ രോമം അവർ കൂട്ടി പിന്നി. എന്നിട്ട് അന്നത്തെ റോമൻ നാണയമുണ്ട്, അതിന് ഹോളുണ്ട്. ആ ഹോളുള്ള ആ നാണയത്തിനകത്തോട്ട് ദാണ്ട് ഇതുപോലെ ഈ രോമം കയറ്റി, എന്നിട്ട് അത് ചുറ്റി ശവണയിട്ട് പിടിച്ച് പിഴുതു പറിച്ചു. നിങ്ങൾ ഇന്ന് വരെ കേട്ടത് രോമം പറിച്ചെന്നല്ലേ? അല്ല, ആ നാണയമിട്ട് പിഴുതെടുത്തപ്പോ പാടത്ത് വിതച്ച വിത്ത് അല്പം തലപൊക്കുമ്പോൾ കൃഷിക്കാര് ഞാറ് പറിച്ചു നടാൻ പറിക്കില്ലേ? അതുപോലെ ദശയടക്കമാ പറിച്ചെടുത്തേ. ദൈവാസന്മാരെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഇവരോട് കൈപൊക്ക്, ഇവരോട് ചാട്, ഒന്ന് കൈയടിക്ക് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി അനുഭവിച്ചത് ഓർത്താൽ, നിന്റെ കർത്താവിനെ അവർ അനുഭവിച്ചത് ഓർത്താൽ, അവന്റെ താടിലും അവൻ പിഴുത് പറിച്ചെടുത്താൽ ആരും കൈയടിക്കാൻ പറഞ്ഞില്ല. കൈയടിക്കില്ലേ? പറഞ്ഞിട്ട് വേണോ കൈപൊക്കാൻ? ഓ പക്ഷേ തീർന്നില്ല. ഇത് പറിച്ച് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ടെ ഈ മുഖത്തിന്റെ ഭാവം, ഈ ദേശമെല്ലാം പറഞ്ഞുപോയി. എന്റെ പ്രിയനോ 10,000-ങ്ങളിൽ അതിസുന്ദരൻ. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ ഒരു വാക്യം കൂടി പറയാൻ പോവല്ലേ. മീക പ്രവചനം 5:1. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മക്കളെ പടക്കൂട്ടമായി കൂടുക,
അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. 3.5 അടി നീളമുള്ള 2 അടി 2 ഇഞ്ച് വലിപ്പമുള്ള റൂൾ വടി കൊണ്ട് 8 അടി താഴെ ഹൈറ്റുള്ള റോമൻ പടയാളി പിഴുതു പറിച്ച മുഖത്തോട്ട് ആ 3.5 വലിപ്പമുള്ള വടി കൊണ്ട് മാറി മാറി അടിച്ചപ്പോൾ പിതാവിന്റെ മടിയിലിരുന്ന ഓമന കുമാരനായ എന്റെ അപ്പന്റെ മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായില്ല. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞാന് ഈ മെസ്സേജ് എഴുതുമ്പോൾ എന്റെ മുറിയില് ഞാൻ മുട്ടുമടക്കി വാവിട്ട് കരഞ്ഞു, കർത്താവേ രക്ഷിക്കപ്പെട്ട പറഞ്ഞില്ലപ്പാ, അങ്ങിത്രയും എനിക്ക് വേണ്ടി വേദന സഹിച്ചെന്ന്. ഒരു സ്വത്രം പറയാൻ പിഴുത് പറിച്ച് അവന്റെ കർണ കുട്ടിക്കെട്ട് അടിച്ച് അതിനകത്തുനിന്ന് ചോര പായുമ്പോ യെശയ്യാവ് എഴുതി വെച്ചു, എന്നാ മകനേ മകളേ നീ മാന്യന ഇടുവാ, മകളേ മകനേ നീ മാന്യന ഇടുവാ, കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു, മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു, മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. എനിക്ക് ഈ അന്തരീക്ഷത്തിൽ എനിക്ക് പാടാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ കർത്താവിനെ നോക്കി ഒന്ന് പറയാൻ പറ്റും, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ് ഒന്ന് പറയണം. എന്റെ യേശുവിനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെ ലോകത്തെ കണ്ടിട്ടില്ല. എന്റെ യേശുവിനെ പകരം വെക്കാൻ മകനേ മകനേ നീ മാന്യനായിടുവാ, മകളേ മകളേ നീ മാന്യനായിടുവാ. 3 മത്തായി 27:19-30 ഉള്ളുകൊണ്ടൊരു കിരീടം പടഞ്ഞ എന്റെ തലയിൽ വെച്ചു. ഞാന് ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് ചെന്നപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് സഹോദരന്മാർ പറഞ്ഞു, പാസ്റ്റങ്ങളെ ഞങ്ങൾ ഇന്നൊരു കാര്യം കാണിക്കും. കാരണം അന്നത്തെ മെസ്സേജ് എൻ്റെ ഇതായിരുന്നു. പാസ്റ്റങ്ങളെ ഒരു സാധനം കാണിച്ചു തരാം. എന്നെ കൊണ്ട് അവര് ഒരു സ്ഥലം കാണിച്ചു. ദേവദാസനെ ഒരു മുള്ള് 2 വിരൽ വെച്ചാൽ പിന്നെ മുള്ള. ആ മുള്ളിന്റെ നീളം 3.5 ഇഞ്ച് 4 ഇഞ്ച് നീളമാണ്. കൈകൊണ്ട് തൊടാനൊക്കത്തില്ല, അത്ര ഷാർപ്പാ. ഒരു കോല് കൊണ്ട് പൊക്കിയ എന്നെ കാണിച്ചേ. എന്നോട് ചോദിച്ചു, പാസ്റ്റങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നി? അവനെനിക്കറിയില്ല മക്കളെ, നമ്മുടെ അപ്പന്റെ തലയിൽ ഇതാ ഈ മുള്ള അടിച്ചത് പാസ്റ്റർ. എന്റെ ശരീരം വിറക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ഈ മുള്ള? ഉടനെ ഈ വാക്യം എന്റെ ഉള്ളിൽ ഇങ്ങനെ കത്താൻ തുടങ്ങി. അവർ ചെയ്തെന്നാന്നറിയോ? ചവണ കൊണ്ട് കൂട്ടി പിന്നി
എന്നിട്ട് എന്റെ അപ്പന്റെ തലയിലേക്ക് വെച്ചു. തല വെച്ചപ്പോ അവർക്ക് മനസ്സിലായി ഗബദയിൽ നിന്നും ഗദസമന് ഗൊൽഗോത്ത വരെ എത്തണം. ഇത് ചുമന്നുകൊണ്ട് പോയാൽ യേശു വീഴുമ്പോ മുള്ളു വീഴും. മോനെ വീഴാതിരിക്കാൻ ഈ മുൾക്കിരീടം വെച്ചിട്ട് ആ മനുഷ്യനില്ലേ കോലുകൊണ്ട് ആഞ്ഞടിച്ചു. അടിച്ചടിയിൽ ജോസിഫസ് ചരിത്രകാരൻ പറയുക, ആ മുള്ളു കണ്ണിലേക്ക് ഇറങ്ങിയിട്ട് കണ്ണിങ്ങനെ തൂങ്ങിക്കിടന്നു. അവന്റെ തലയിൽ നിന്നും രക്തം പാഞ്ഞൊഴുകിയപ്പോ നിന്റെ സകല ശാപത്തെയും നീക്കാൻ ആദാമിയ പാപം നിമിത്തം വന്ന സകല ശാപത്തിനെ കേട്ട് അഴിച്ചു മാറ്റാൻ അടുത്ത രക്തം യേശുവിന്റെ മുതുകിൽ തിരിഞ്ഞു. മോനെ മുതുകിൽ ശ്രദ്ധിക്കണേ. എല്ലാരും അടിക്കുന്ന പോലെയല്ല യേശുവിനെ അടിച്ച്. സ്ത്രീ സൃഷ്ടിയിലല്ല, ഒരൽപ്പം കുനിച്ചു നിർത്തി. രണ്ടുപേർ ഇടവും വലവും നിന്ന്. ഒരാൾ ഇവിടെ ഈ സൈഡ് 13 അടി, അടുത്തയാൾ ഇവിടെ 13 അടി. അങ്ങനെ മാറി മാറി ഒരു ശിഖരം, ഒരു ചമ്മട്ടിയുടെ അറ്റം 9 ശിഖരം. 9 ശിഖരത്തിന്റെ അറ്റത്ത് ഒട്ടകത്തിന്റെ തോല് പച്ചയോടെ എടുത്ത് അതിനകത്ത് മുള്ളും എല്ലും സൂചി പോലെ കൊളുത്തും കൂട്ടിപ്പിന്നി വെയിലത്തിട്ട് ഉണക്കി ഹാർഡാക്കി ഇടവും വലവും ഈ 2 കൊളുത്തുകൾ ഫിറ്റ് ചെയ്ത് ഒരു ചമ്മട്ടിയുടെ അറ്റത്ത് 9 വള്ളികൾ വെച്ച് ഒരു ഭാഗത്ത് 13 അടി, മറുഭാഗത്ത് 13 അടി. മക്കളെ വായിച്ചു നോക്ക്. യഥാർത്ഥ ചരിത്രം പറയുന്നു, മാംസം ഇല്ലാതിരുന്നു, വെറും അസ്ഥികൾ കാണാമായിരുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിലത്തെ 13 അടി അടിക്കാൻ ഒരുത്തം വന്നു. അവൻ അല്പം കുനിച്ചു നിർത്തി. എന്നിട്ട് ഇവർ രണ്ടുപേരും അടിച്ചതിന്റെ നടുവിൽ അവൻ അടിച്ചു. അത് സ്പൈനൽ കോഡിനാണ്. ആ അടി പ്രവാചകൻ കണ്ടിട്ട് പറഞ്ഞു, അസ്ഥികൾ ബന്ധം വിട്ടുപോകുമാർ അടിച്ചു. അങ്ങനെ ഒന്ന് കുറയെ 39 അടി. എന്തിനാന്ന് പറയട്ടെ, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എത്ര മാറാവ്യാധികളോ ഇന്ന് രാത്രി സൗഖ്യമാകുകയാണ്. എല്ലാ മാറാ രോഗങ്ങളോ ഇന്ന് രാത്രി സൗഖ്യമാകുകയാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കരമടിച്ചുന്ന ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാ. ആമേൻ. പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അടുത്ത രക്തം ചൊരിഞ്ഞത് ദാണ്ടി കയ്യിൽ. നിങ്ങൾ പറയുന്ന പോലെ കൈപ്പത്തിയിലല്ല മുള്ളടിച്ചത്. ഈ കൈപ്പത്തി മുള്ളടിച്ചിരുന്നെങ്കിൽ 33.5 തിരുവയസ്സുള്ള യവനക്കാരൻ തൂങ്ങുമ്പോൾ കൈ നാടി കീറി കുരിശെന്ന് പോരുമായിരുന്നു. കൈത്തണ്ടിലാണ് അടിച്ചത്. അന്നത്തെ ഡോക്ടർ വന്ന് ആ ഭാഗം ഡോക്ടറിടുമ്പോൾ അവർ ഈ കൈക്കുഴിയിലാണ് അടിച്ചത്. അവിടെ നിന്നും രക്തമൊഴിച്ചു. എന്തിനാന്ന് പറയാം, നിന്റെ കൈകളുടെ ഫലം അനുഗ്രഹമാകാൻ. അടുത്തത് രക്തം ചൊരിഞ്ഞത് കാലിൽ നിന്ന്. ശരീരം കിഴിപ്പോട്ട് ഉലയുമ്പോൾ ശരീരം കീറിപ്പോകാതിരിക്കാൻ പടിവെച്ചടിച്ച് പടിയുടെ മണ്ട കാല് വെച്ച് കണ്ണക്കാല് തുളച്ചാണി അടിച്ചപ്പോൾ ഒഴുകി 6ാമത്തെ ചോരത്തളി. 7ാമത്തെ ചോരത്തളി ദാണ്ട് ക്രൂശിൽ കിടക്കുന്ന എന്റെ അപ്പന്റെ വിലാപ്പുറം നോക്കി കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. മാന്യ മാതാവേ, സഹോദരിമാരെ, ഡെലിവറി സമയമാകുമ്പോ ഡെലിവറിക്ക് വേണ്ടി ഗർഭം ധരിച്ച ഒരമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അമ്മയെ നോക്കി ഡോക്ടർ പറയും, വാട്ടർ ബാഗ് ലീക്കായിട്ടുണ്ട്. മനസ്സിലായില്ലല്ലേ? ഗർഭപാത്രത്തിന്റെ വാട്ടർ ബാഗ് അല്ലേ? വാട്ടർ ബാഗ് ലീക്കായാൽ അത് പൊട്ടും. അത് പൊട്ടുമ്പോ ഉടനെ
ഒരു ഡെലിവറി നടക്കും. വാട്ടർ ബാഗ് മാത്രമല്ല പൊട്ടുന്നത്, അതിന്റെ കൂടെ രക്തവും പൊട്ടും. അത് രണ്ടും പുറത്തു വരുമ്പോൾ ലേബർ മുറിക്കകത്തൊരു കരച്ചിൽ കേൾക്കാം. അത് കുഞ്ഞിന്റെ കരച്ചിലാണ്. അവന്റെ വിലപ്പുറം കുത്തി തുറന്നപ്പോൾ വെള്ളവും രക്തവും പുറത്തു വന്നപ്പോൾ ഒരു കരച്ചിൽ കേട്ടു. അത് ആന്റണി പാസ്റ്ററുടെ കരച്ചിലാണ്, അത് ദൈവദാസന്റെ കരച്ചിലാണ്, അത് എന്റെ കരച്ചിലാണ്. ദൈവസഭ വെളിയിൽ വന്നത്, ദൈവസഭ പുറത്തു വന്നത് ഒന്നാമത്തെ ആദാമിന്റെ ഭാര്യകത്തുനിന്ന് ഹവ്വ വെളിയിൽ വന്നതുപോലെ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ നിന്ന് ഹല്ലേലൂയ ദൈവസഭ വെളിയിൽ വരികയാണ്. ദൈവത്തിന്റെ പൈതലേ, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഏഴാമത്തെ രക്തത്തളി അവന്റെ വില പുറത്തുനിന്ന് വെളിപ്പെട്ടു. ആ പുറത്തുനിന്ന് വെളിയിൽ വന്ന രക്തത്തിന്റെ വിലയാണ് ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന ദൈവമക്കൾ. ദൈവപൈതലേ, ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കരമുയർത്തി പറ, ഞാൻ ആ രക്തത്തിന്റെ വിലയാ. ഹല്ലേലൂയ.